SFI അഖിലേന്ത്യാ പ്രസിഡന്റ് ആദർശ് എം സജിക്ക് കൊല്ലം ഉജ്ജ്വല സ്വീകരണം നൽകി. ജില്ലയിൽ നിന്ന് MA ബേബിയും KN ബാലഗോപാലിനും ശേഷം അഖിലേന്ത്യാ പ്രസിഡന്റ് സ്ഥാനത്തെത്തുന്ന മൂന്നാമത്തെ നേതാവാണ് ആദർശ്. രാവിലെ കന്യാകുമാരി എക്സ്പ്രസ് ട്രെയിനിൽ കൊച്ചിയിൽ നിന്ന് ജന്മനാട്ടിൽ ആദർശ് വന്നിറങ്ങിയപ്പോൾ ഹൃദയാഭിവാദ്യവുമായി SFI നേതാക്കളും പ്രവർത്തകരും കരുത്തുറ്റ മുദ്രാവാക്യമുയർത്തി സ്വീകരിച്ചു. ചിന്താ ജെറോം, ശ്യാംമോഹൻ, ശ്രീനാഥ്, ഗോപികൃഷ്ണൻ, കാർത്തിക്, ആദർശ് തുടങ്ങിയവർ സ്വീകരണത്തിന് നേതൃത്വം നൽകി. തുടർന്ന് കൊല്ലം പോളയത്തോട് CPM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ജില്ലാ സെക്രട്ടറി S. സുധേവൻ സ്വീകരിച്ചു. SFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റായി ആദർശം സജി തെരഞ്ഞെടുക്കപ്പെട്ട ആഹ്ലാദകരമായ സന്ദർഭത്തിലാണ് ആദർശം സജിക്ക് ആവേശോജ്വലമായ സ്വീകരണം വിദ്യാർത്ഥികളും ബഹുജനങ്ങളും ചേർത്ത് സംഘടിപ്പിച്ചിട്ടുള്ളത്. കൊല്ലം SN കോളേജിൽ നിന്നും വിദ്യാഭ്യാസം നടത്തി SFIയുടെ കൊല്ലം ജില്ലാ സെക്രട്ടറിയായി, സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറിയായി, അഖിലേന്ത്യാ ജോയിൻറ്റ് സെക്രട്ടറിയായി 2-3 വർഷക്കാലം കൊണ്ട് ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ആദർശം സജി യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായി, ജനറൽ സെക്രട്ടറിയായി SFIയുടെ സംഘടനാ പ്രവർത്തനം നമ്മുടെ ജില്ലയിലും കേരളത്തിലും രാജ്യത്തും ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി പ്രവർത്തിച്ച വിദ്യാർത്ഥി നേതാവാണ്. വ്യക്തിക്കല്ല, SFIക്ക് ലഭിച്ച സ്വീകരണത്തെ സ്നേഹത്തോടെ സ്വീകരിക്കുന്നു. ഗവർണറുടെ നേതൃത്വത്തിൽ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ സംഘീവൽക്കരിക്കാനും തകർക്കാനുമുള്ള നീക്കത്തെ SFI ശക്തമായി പ്രതിരോധിക്കുമെന്ന് ആദർശം സജി വ്യക്തമാക്കി. വിദ്യാഭ്യാസ മേഖലയെ കമ്പോളവൽക്കരിക്കാനും വർഗീയവൽക്കരിക്കാനും കേന്ദ്രീകരിക്കാനും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം, ഒരു ഇരുണ്ട കാലഘട്ടത്തിലൂടെ പോകുമ്പോൾ ആ ഇരുണ്ട കാലഘട്ടത്തിൽ പ്രതിരോധത്തിൻ്റെ ശബ്ദമാകാൻ രാജ്യത്തെ വിദ്യാർത്ഥി സംഘടന SFIയുടെ നേതൃത്വത്തിൽ ശക്തമായിട്ട് മുന്നോട്ട് പോകും. അതിന് ഉള്ള ഒരു കരുത്തായിട്ടായിരുന്നു SFIയുടെ 18ാമത് അഖിലേന്ത്യാ സമ്മേളനം കോഴിക്കോട് വെച്ച് ചേർന്നത്. അതിൻ്റെ ഒരു സമര പ്രഖ്യാപനം തന്നെയായിരുന്നു. വരാൻ പോകുന്ന കാലഘട്ടത്തിൽ ഈ വിദ്യാർത്ഥി സംഘടന ഏറ്റെടുക്കാൻ പോകുന്ന സമര പ്രഖ്യാപനമായി SFIയുടെ അഖിലേന്ത്യാ സമ്മേളനം മാറി. CPM നേതാക്കളായ K. രാജഗോപാൽ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളും ആദർശിനെ സ്വീകരിച്ചു. രാജ്കുമാർ, കൈരളി ന്യൂസ്, കൊല്ലം.